ഈ പുല്ലും മിക്സഡ് കളറാണ്. ഇത് നോക്കുമ്പോൾ എന്താ രസം നോക്കിയേ. ഈ സാധനം നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ പുല്ലിനേക്കാളും വെട്ടും. പാമ്പോ പഴുതാരോ ഒന്നും വരില്ല. കാരണം നമസ്കാരം. സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ടൈൽസിന് പകരം ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറഞ്ഞാലേ ഇതുവരെ നമ്മളെല്ലാവരും ചൈനയിൽ നിന്ന് ഉപയോഗിച്ചിരുന്നത്. ചൈനയേക്കാളൊക്കെ വെട്ടുന്ന ക്വാളിറ്റി ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി വെൽസ്പൺ എന്ന് പറഞ്ഞ കമ്പനി നമ്പർ 1 ക്വാളിറ്റി, ഒരു കാലത്തും പോകില്ല. നിങ്ങൾക്ക് അത്ര നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനി ചൈനയേക്കാളും വിലക്കുറവാണ്. അതാണ് എൻ്റെ പ്രത്യേകത, ചൈനയേക്കാളും വിലക്കുറവ്. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ പരിചയപ്പെട്ടാലോ? നിങ്ങൾ അറിയുന്നേക്കാളും കൂടുതൽ സബ്ജക്റ്റ് ആ മെറ്റീരിയൽ ഉണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വളരെ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ഒരു ഗ്രാസിൻ്റെ റോള് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ റോളുമേന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇത് നമുക്കൊന്ന് മുറിക്കാം. ഇതിലൂടെ എല്ലാ ഗ്രാസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ത്യൻ കമ്പനി ഇതെല്ലാം തെലങ്കാനയിൽ ഈ കമ്പനി നിർമ്മിച്ചു. ഇതിൻ്റെ കൂടെ ഇത് വെൽസ്പൺ ഫ്ലോറിംഗ് ലിമിറ്റഡ് എല്ലാ പേരുകളും തെലങ്കാനയിൽ നിർമ്മിച്ചു. അതിൻ്റെ ഫുള്ള് ഗ്രാസ് എത്രയുണ്ട്, ഒരു സ്ക്വയർ ഫീറ്റിൽ എത്രയുണ്ട്, എത്ര അതിൻ്റെ വെയിറ്റ് ഉണ്ട്, എത്ര തിക്നെസ് ഉണ്ട്, എത്ര സംഭവമുണ്ട്, എല്ലാം ഇത് എന്ന് പ്രൊഡക്ഷൻ ചെയ്ത് ജൂലൈയിൽ 21 എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ കൂടെ സ്റ്റിക്കർ വരുന്നത്. ഇത് ഒരിക്കലും ചൈന പ്രൊഡക്റ്റ് അല്ല, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫസ്റ്റ് കമ്പനി, ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. കേരളത്തിൽ ഒരു ഷോപ്പിലും ഇന്ന് കിട്ടില്ല. ഇന്ത്യൻ പ്രൊഡക്റ്റ് ഇവിടെ മാത്രം കിട്ടുള്ളൂ. നിങ്ങളിത് ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. വന്നിരിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. അടിപൊളി മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് നിർത്തി കാണിച്ചു തരാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇത് നിർത്തി കാണിച്ചു തരാം. ഓക്കെ, ഇത് 2 മീറ്റർ നീളവും 25 മീറ്റർ വീതിയാണ് നമുക്ക് കിട്ടുന്നത്. 2 മീറ്റർ നീളവും 25 മീറ്ററാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. യെസ്, കണ്ടില്ലേ എന്തെൻ്റെ അഴക്, എന്തെൻ്റെ അഴക്, എന്തെൻ്റെ ജോയിൻറ്റ്സ്. ആകെ നമുക്ക് 2 ജോയിൻറ്റ്, 2 മീറ്ററാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ജോയിൻറ്റും ഒക്കെ ഇതിന് പ്രത്യേകതല്ലേ നോക്ക്. ഇത് 35 ഹൈറ്റാണ്. ഇത് 35 ഹൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകം 35 ഹൈറ്റ്. ഇത് 25 ഇതിന് നിങ്ങൾക്ക് കിട്ടും വില കുറച്ച്. പക്ഷെ അതല്ല, ഇത് 35 ആണ്. 35 എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ വിരിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾ കളിക്കുന്നിടത്ത് പാമ്പോ പഴുതാരോ ഒന്നും വരില്ല. കാരണം ഈ പ്രൊഡക്റ്റിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പെട്രോൾ കെമിക്കൽ പ്ലാസ്റ്റിക് ചെയ്യുന്നുണ്ട്. നമ്മൾ നാച്ചുറൽ പുല്ലാണെങ്കിൽ നമ്മൾ ഡെയിലി അത് മെയിൻ്റെനൻസ് ചെയ്യണം. പ്ലസ് അതിൻ്റെ അകത്ത് പാമ്പ് പഴുതാരൊക്കെ വന്നിരിക്കും. തണുപ്പ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വരില്ല. നമുക്ക് എപ്പോഴും സേഫാണ്. അപ്പോൾ ഇത് കുട്ടികൾ ഓടി കളിക്കുകയോ ഒന്നും തന്നെ കുട്ടികൾ വീണാലൊന്നും പറ്റില്ല. നല്ലത്. ഈ പുല്ലിന് പ്രത്യേകത ഉണ്ട്. ഇത് ഫുൾ ഗ്രീൻ അല്ല. ഇതിൻ്റെ ഉള്ളിൽ ഉണക്കപ്പുല്ലുണ്ടോ? ഉണക്കപ്പുല്ല്. ഈ ഉണക്കപ്പുല്ലും ഈ പുല്ലും മിക്സഡ് കളറാണ്. ഇത് നോക്കുമ്പോൾ എന്താ രസം നോക്കിയേ. ഈ സാധനം നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ പുല്ലിനേക്കാളും വെട്ടും. ഒറിജിനൽ പുല്ലിനേക്കാളും ഈ സംഭവം വെട്ടും. എന്തൊരു ഭംഗി, എന്തൊരു ക്ലാരിറ്റി നോക്കിയേ. ഒറിജിനൽ പുല്ലിനേക്കാളും വെട്ടും. പിന്നെ നമുക്കിത് പുല്ലെടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ മറ്റൊരു വില കുറച്ച് കിട്ടുന്നത് ഒരു സ്ക്വയർ ഫീറ്റിൽ ഇതിൽ എണ്ണത്തിന് കണക്കുണ്ട്. ഇപ്പോൾ 10,000 പീസ്, മറ്റൊരു ചിലപ്പോൾ 8,000 പീസ് തരുള്ളൂ, ചിലർ 6,000 പീസ് തരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കൂടും. ഞാൻ വേറൊരു വൈറ്റ് പുല്ല് കാണിച്ചാൽ അതിൽ ഗ്യാപ്പ് കൂട്ടി ചെയ്യും. അപ്പോൾ അതിന് കാശ് കുറച്ച് കിട്ടും. നമ്മൾ ഇതിൽ നമ്മൾ ഒരു സാമ്പിൾ പീസ് ഇതിലെന്ന് പറഞ്ഞാൽ നല്ല തിക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാനൂൾസ്, അതിൻ്റെ അകത്ത് നമുക്ക് സിൽക്കസ് ആൻഡ് ഗ്രാനൂൾസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാം, ഓടിക്കളിക്കാം. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട 5-10 വർഷം കിടക്കും. ഞാൻ ഗ്യാരണ്ടി 5-10 വർഷം ഈ സാധനം കംപ്ലൈൻറ്റ് ഇല്ലാതെ കിടക്കും. ഇത് ഒട്ടിക്കാനൊന്നും അധികം ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കി, ഇത്ര ക്വാളിറ്റിയാണ് നോക്കി. ഇതിൻ്റെ മുകളിൽ പുല്ലടിച്ച് ഇത് നമുക്ക് ഇതിന് ഇന്ത്യയിലായതുകൊണ്ട് ഗ്യാരണ്ടി ഉണ്ട്. ഇത് പറിച്ചാലൊന്നും പോരില്ല, പറിച്ചാലൊന്നും പെട്ടെന്ന് വിട്ടുപോരില്ല.
ബാക്ക് കിടന്ന് ഇതൊന്നും പറിച്ചാലും ഉണ്ടല്ല. ഇപ്പം നമ്മൾക്ക് പറിച്ചെടുക്കാമെന്ന് വെച്ചാലും പെട്ടെന്ന് പോരില്ല എന്ന് കണ്ട അങ്ങനെ പെട്ടെന്ന് പോരില്ല. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇന്ത്യൻ കമ്പനിയാണ്, ചൈന പ്രൊഡക്റ്റ് അല്ല. ചൈനയ്ക്ക് ഇന്ത്യനേക്കാളും കൂടുതൽ വില വരും. 35 mm എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഒരു സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞ പുല്ല് കറക്റ്റാണ്. ഗ്രാസ് നമ്മൾ കാലുകൊണ്ട് തന്നെ കാണാം. ഇത് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാം പൊങ്ങി വരും. വിരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പൊങ്ങി വരും. പക്ഷേ പുല്ലിനൊരു പ്രശ്നമുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് ഒരു ആംഗിളിൽ മാത്രമാണ് ഇത് പുല്ലായിട്ട് തോന്നുള്ളൂ. ഒരു ആംഗിളിൽ ഇത് പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ വിരിക്കുമ്പോൾ നമ്മൾ ഇത് ക്യാമറ ഒന്ന് കറക്കി, ഒരു ആംഗിളിൽ ഇത് പുല്ലായിട്ട് തോന്നും, ഒരു ആംഗിളിൽ പ്ലാസ്റ്റിക് ആയിട്ട് തോന്നും, ഒരു ആംഗിളിൽ ഒറിജിനൽ പുല്ലായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ വിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ആംഗിളിൽ നിന്നാണ് കൂടുതലും പുല്ലായിട്ട് ഫീൽ ചെയ്യണം. ഈ ആംഗിളിൽ നിന്ന് ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ ഇത് പുല്ലായിട്ട് ഫീൽ ചെയ്യും. കറക്റ്റ് പുല്ല. ക്യാമറ താത്തി കണ്ട, അത് കറക്റ്റായിട്ട് നമുക്ക് പുല്ലായിട്ട് ഫീൽ ചെയ്യും. കണ്ട, അതൊരു സൈഡിലേക്ക് വരും. കണ്ട, കറക്റ്റായിട്ട് പുല്ലായിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായോ? കണ്ട, അപ്പോൾ പുല്ല് വിരിക്കുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ പുല്ലായിട്ട് തോന്നും ഇതിന്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ക്യാമറ തിരിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട, ഇത് പുല്ലായിട്ട് തോന്നില്ല, പ്ലാസ്റ്റിക്കായിട്ട് തോന്നും. നിങ്ങളിത് വിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത്, ഒരു സൈഡിലേക്ക് പ്ലാസ്റ്റിക്കായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കത് പണിയായിട്ട് വരും. നമുക്ക് ഒറ്റ നോട്ടിൽ പ്ലാസ്റ്റിക് നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ആംഗിളിൽ മാത്രമാണ് പുല്ലായിട്ട് വരുള്ളൂ. ഇനി ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. മോനെ ബായ് പോൽ കണ്ടോ. ശരിക്കും ഈ പുല്ല് വിരിച്ചതിന് ശേഷം നമ്മൾ പുല്ലിന് ഇത് എന്താണെന്ന് വെച്ചാൽ സിൽക്ക സാൻഡാണ്. സിൽക്ക സാൻഡ് ഇതിൻ്റെ റബ്ബർ ഗ്രാനുൾസാണ്. കണ്ടോ, ഈ റബ്ബർ ഗ്രാൻസ് ബ്ലാക്ക് കളർ റബ്ബർ ഗ്രാൻസും ഇത് സിൽക്ക സാൻഡ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി. കണ്ടോ, ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പുല്ല് നേരെ വരും. ഈ പുല്ലൊക്കെ നേരെ വെക്കും. കുട്ടികൾക്ക് കളിക്കാൻ, കുട്ടികൾ വീണാലൊന്നും പറ്റില്ല. ഈ ഫുൾ ബോൾ കോട്ട് ടർഫിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ, ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നിന്ന് കഴിഞ്ഞാൽ ഫുട്ബോൾ കട്ട് കണ്ട, ഈ പുല്ലൊക്കെ നേരെ വെക്കും. കുട്ടികൾ വീണാൽ ഒരു ഷോക്ക് അബ്സോർബർ കിട്ടും. നമ്മൾ വിരിക്കുമ്പോൾ ബേബി മെറ്റൽ വിരിക്കണം. ബേബി മെറ്റൽ ഇത് വിരിക്കുന്ന സമയത്ത് 2-3 ഇഞ്ച് ബേബി മെറ്റൽ ഇട്ടതിന് ശേഷം വിരിക്കണം. അപ്പോൾ ഒരു ഷോക്ക് അബ്സോർബർ കിട്ടും. കുട്ടികൾ ഓടി കളിച്ചാലും വീണാലും ഒന്നും പറ്റില്ല. നമുക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുത്താൽ കിട്ടും. നല്ല സൂപ്പർ മെറ്റീരിയലാണ്. സൂപ്പർ മെറ്റീരിയൽ, നല്ല അടിപൊളി സാധനമാണ്. ഈ സാധനം നമുക്ക് വിരിച്ചിട്ട് ഇത് ഞാൻ എന്താ കാര്യം, ഞാൻ ഇത്ര ആധികാരം ഇവിടെ പറയണത് എന്തെന്ന് വെച്ചാൽ സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു ടർഫ് കോട്ടുണ്ട്. കണ്ടോ, ഇത് ഞങ്ങളുടെ സുരഭി ടർഫ് കോട്ടാണിത്. ഈ ടർഫ് കോട്ടാണിത്. കണ്ടോ, ഈ ടർഫ് കോട്ടിൽ ഇപ്പോൾ 4 വർഷമായി ഞാനിത് ചെയ്യുന്നു. വാ നമുക്ക് ആ ടർഫ് കോട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വരാം. വാ. യെസ്, ഇത് കണ്ട, ഇത് ടർഫ് കോട്ട് ഉണ്ടോ. ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഇതെന്ന് പറഞ്ഞാൽ 50 mm. നമ്മൾ വീടുകളിൽ നോർമലി 25 mm ഉപയോഗിക്കരുത്. 25 mm വിരിച്ചാൽ പുല്ലായിട്ട് തോന്നില്ല കേട്ടോ. വിരിച്ച് കഴിയുമ്പോൾ കാശ് പോട്ടോ. 35 mm സ്റ്റാൻഡേർഡ് സൈസ് 30 mm എടുക്കാവൂ. കാരണം ഞങ്ങൾ പല കസ്റ്റമറിലും കണ്ട ഒരു വിഷയങ്ങളാണ്. അപ്പോൾ 30 mm എടുക്കാവൂ. ഇതെന്ന് പറഞ്ഞാൽ ടർഫ് കോട്ടിൽ, അതായത് നമ്മളിവിടെ 50 mm പുല്ല് വേണം. 50 mm ഇത് കൂടുതൽ ഗ്രാനുൾസ് ഇട്ടുണ്ട്. റബ്ബർ ഗ്രാനുൾസ് കൂടുതൽ ഇൻസ്പെൻഡ് വീടുകളിൽ വേണം, അത്ര വേണ്ട. ഇത് കൂടുതൽ സ്പെൻഡ് ചെയ്യണം. കാരണം എന്നാലാണ് നമുക്കിത് നല്ല ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ നല്ല റബ്ബർ ഗ്രാൻഡ്സ് കണ്ട, ഈ പിള്ളേർ വീണാലും കുട്ടികൾ ഓടി വീണാലും ഒന്നും പറ്റില്ല. ടർഫ് കോട്ടിൽ എപ്പോഴും കളിക്കാവൂ എന്ന് പറയും. നമ്മൾ പഴയതുപോലെയുള്ള നോർമൽ ഗ്രൗണ്ടിൽ ഡെയിലി കളിക്കാൻ പാടില്ല. വേൾഡ് കപ്പ് ഇന്ന് നടക്കുന്ന എല്ലാ ഗ്രൗണ്ടും, മെസ്സിയൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടാക്കിയ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. നാച്ചുറൽ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ നമുക്കൊരു ഷോക്ക് അപ്സ് കിട്ടില്ല. ഷോക്ക് കിട്ടുമ്പോൾ കാലിനും മുട്ടിനൊക്കെ പെയിൻ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വേൾഡിൽ ആർട്ടിഫിഷ്യൽ കോട്ടാക്കി. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണ് ഇനി മുതൽ. അതുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ കോട്ട് കേരളത്തിൽ ഒരു 1500 ആർട്ടിഫിഷ്യൽ കോട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം കളിക്കുമ്പോൾ നമുക്ക് ഒരു എനർജി ഉണ്ടാവും. അതുമാത്രമല്ല നമ്മുടെ പെയിൻ ഒന്നും ഉണ്ടാവില്ല. മറ്റേ കോട്ടിൽ ഈസിയല്ല. അതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ ഇതുമാതിരി ആർട്ട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്, ഇതിൻ്റെ സൈഡിലൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്ത് പോയി ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല. നമ്മൾ വന്ന് വീണാലും ഇടിച്ചാലും ഒന്നും പറ്റില്ല. നമുക്കതൊക്കെ ഒരു പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. നമുക്കൊന്നും പറ്റില്ല. അതെല്ലാം അതുമാതിരി തന്നെ നമുക്ക് ഡെക്കറേറ്റീവ് ഉപയോഗിക്കാം. വീടിൻ്റെ മുറ്റം മാത്രമല്ല ഡെക്കറേറ്റീവ് ആയിട്ടൊന്നും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വൈറ്റ് ഗ്രാസ് കിട്ടും, പല കളറിൽ കിട്ടും. വൈറ്റിൽ കിട്ടും, ഈ ഗ്രാസ് കിട്ടും. പിന്നെ ഇതൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ല. ഇതൊക്കെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഫേഡ് ആവില്ല. മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും നഷ്ടമൊന്നും വരില്ല. എല്ലാവർക്കും ഉപകാരപ്പെടും. ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയാണ്. നല്ല വെയിലാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല കട കറക്റ്റായിട്ട് താത്തി പിടിക്കും. നോക്കുമ്പോൾ ഒറ്റയടിക്കുക ഗ്ലെയറും പ്ലാസ്റ്റിക് ലുക്കാണ്.
പുല്ലിന് ലുക്കില്ല. നമ്മൾ പുല്ല് വിരിക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോകും. അതുകൊണ്ട് വർക്കറും ശ്രദ്ധിക്കണം, വീട്ടുകാരും ശ്രദ്ധിക്കണം. കണ്ട് ഇവിടെ നോക്കുമ്പോൾ എല്ലാം പുല്ലല്ല, അതൊരു പ്ലാസ്റ്റിക് പോലെ നിൽക്കും. എന്നാൽ ഈ ക്യാമറ ഞാൻ ഇപ്പോൾ തിരിക്കാം. ഈ ക്യാമറ ഇവിടെ എത്തിയിട്ട് കുറച്ച് എത്തിക്കഴിയുമ്പോൾ തിരിക്കാമെന്നല്ലോ. ക്യാമറ ഒന്ന് തിരിച്ച് കടാ, പ്ലാസ്റ്റിക് മാറി ഇങ്ങോട്ട് തിരിച്ച് കടാ. ഇപ്പോൾ ഓക്കെ, ഒറിജിനൽ പുല്ലല്ലേ. അപ്പോൾ ഒരു ആംഗിളിലല്ല പുല്ല് വരുള്ളൂ കേട്ടോ. ഒരു ആംഗിളിലാണ് പുല്ല് കാണുള്ളൂ. വിരിക്കുന്നവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലുക്കായി മാറും കേട്ടോ. അപ്പോൾ അത് വിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് വയ്ക്കരുത്, കറക്റ്റ് ഷേപ്പിൽ തന്നെ വിരിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പുല്ല് ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ വെൽസ്പൺ കമ്പനി നിസ്സാരമല്ല, 1500 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് കേട്ടോ. അമിതാഭ് ബച്ചൻ ബ്രാൻഡ് അംബാസഡറാണ്, മനസ്സിലായിക്കോട്ടോ. അപ്പോൾ അത്ര ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ മെറ്റീരിയൽ ഇന്ന് കേരളത്തിൽ സുരഭിയിൽ മാത്രമേ കിട്ടുള്ളൂ, വേറെ എങ്ങും ഇപ്പം നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ചൈനയേക്കാളും വില കുറച്ച്, വളരെ റേറ്റ് കുറച്ച് അട്രാക്റ്റീവ് പ്രൈസിന് നിങ്ങൾക്ക് ഈ പുല്ല് കിട്ടും. 2 മീറ്റർ നീളമാണ്, 2 മീറ്റർ വീതിയും 20 മീറ്റർ നീളമാണ്. നിങ്ങളുടെ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഞങ്ങൾ മുറിച്ച് തരും. പക്ഷേ മുറിച്ച് തരുമ്പോൾ മിനിമം 2 മീറ്റർ വീതി എടുക്കണം. ഓരോ മീറ്റർ വെച്ച് ഓരോ മീറ്റർ. ഇപ്പോൾ 3 മീറ്റർ വേണം, 3.5 അങ്ങനെ കിട്ടില്ല. 2 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, 2 മീറ്റർ 2 മീറ്റർ, 2 മീറ്റർ തൊട്ട് 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ വിരിക്കാം. നിങ്ങൾ ഈ പൈസ ഗൂഗിളിൽ ഇടാണെങ്കിൽ ഞങ്ങൾ കൊറിയർ വഴി, കൊറിയർ ചാർജ് നിങ്ങൾക്ക് വരും, നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വിലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. 35 വെൽസ്പൺ ഇന്ത്യൻ ബ്രാൻഡ്, ഒരു കംപ്ലൈൻറ്റില്ല, ഗ്യാരണ്ടി അടക്കം തരും. ഇന്ന് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് വരുന്ന റേറ്റ് 60 രൂപ, വെറും 60 രൂപ. 60 രൂപ സ്ക്വയർ ഫീറ്റിന് 35 mm ഗ്യാരണ്ടി ഉള്ളത് ഇന്ത്യൻ കമ്പനി ഇന്ന് കേരളത്തിൽ ഒരു സ്ഥാപനത്തിൽ കിട്ടില്ല. നിങ്ങൾ പറയുന്ന സൈസിൽ ഞങ്ങളിവിടെ മുറിച്ച് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. നിങ്ങൾക്ക് കിട്ടുകയില്ല. അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ വന്നെടുക്കാം. ഇത് വെൽസ്പൺ ബ്രാൻഡാണ്, ഹൈദരാബാദിൽ കമ്പനി ഉണ്ട്, 1500 കോടി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുന്നു. ടൈലിന് പകരം നമുക്ക് വീടുകളിൽ മുറ്റം ഉപയോഗിക്കാം, കട്ടകൾ വിരിക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതിൽ ഇറക്കി വിട്ടുപോയൊരു കാര്യം ഇമ്പോർട്ടൻ്റ്, ഇതിൽ വെള്ളം ഇറങ്ങില്ല എന്ന് പലരും ഡൗട്ട് അടിച്ചു. ഇതിൽ വെള്ളം ഇറങ്ങും. ഇതിനെല്ലാത്തിനും ഹോളുണ്ട്. ഞാനിപ്പോൾ കാണിച്ചാൽ ഇതിന് ഹോളുണ്ട്. ഓരോ പണ്ട് കേട്ടോ, ഓരോ ഇഞ്ചിൽ ഹോളാണ് കേട്ടോ. ഇവിടെ ഹോള് എല്ലായിടത്തും ഹോളുണ്ട് കണ്ടോ. ഓരോ 4 ഇഞ്ച് കൂടുമ്പോൾ ഹോൾ അടിച്ചിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെ ഈ സാധനം വെള്ളം ഇറങ്ങി പോകും. അതുകൊണ്ട് വെള്ളം ഇറങ്ങില്ല, വെള്ളം നിറഞ്ഞെടുക്കുമെന്ന് തെറ്റിയിരിക്കേണ്ട. കാര്യം ടർഫ് കോട്ടിൽ, ഇത്ര വലിയ ടർഫ് കോട്ട് നിങ്ങൾ കണ്ട ടർഫ് കോട്ടിനുള്ളിൽ 10,000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റയടിക്ക് വെള്ളം ഇറങ്ങി പോയില്ലെങ്കിൽ അവിടെ കളി നടക്കില്ലല്ലോ, വെള്ളം നിറഞ്ഞെടുക്കില്ല. അതുകൊണ്ട് വെള്ളം ഇറങ്ങി പോവും, പേടിക്കണ്ട. വെള്ളം ഇറങ്ങാതിരിക്കില്ല, വെള്ളം ഒരിക്കലും അതിന് മുകളിൽ കൂടെ പോവില്ല, ഒറ്റയടിക്ക് ഇറങ്ങും. വിത്തിൻ സെക്കൻഡിനുള്ളിൽ വെള്ളം ഇറങ്ങി പോവും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും മുറ്റം മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതയക്കാം. ഒരു കാര്യം ഇതിനിടയ്ക്ക് പല സംശയങ്ങൾ വരുന്നതനുസരിച്ച് പറയണം, ക്ഷമിക്കണം. വണ്ടികൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കരുത്. വണ്ടികൾ ഓടിക്കാനുള്ള പ്രൊഡക്റ്റ് അല്ല. നമ്മൾ വണ്ടികൾ ഓടിക്കുന്നത് ടൈലിൻ്റെ മുകളിൽ കൂടെ തന്നെ ഓടിക്കുക. വണ്ടികൾ പോകാത്ത, കുട്ടികൾ കളിക്കാനുള്ളതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്യുക. ഗാർഡൻ പർപ്പസ് അല്ലെങ്കിൽ എലിവേഷൻ, വാള്, അങ്ങനത്തെ പർപ്പസിൽ ചെയ്യുക. വണ്ടികൾ ഓടുന്നത് എത്ര ശരി, വണ്ടി ഓടുന്നതിന് കുഴപ്പമില്ല, കംപ്ലയിൻ്റ് ഒന്നും വരില്ല. പക്ഷേ ഈ പാടുകൾ നമ്മൾ വീഴും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള പർപ്പസും കളിക്കാനുള്ള പർപ്പസും അങ്ങനെയുള്ള പർപ്പസിനാണ് ടർഫ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ ആരെങ്കിലും വീട് പണിയുന്നുണ്ടോ അല്ല ഗാർഡൻ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കണം. 2, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ മൊബൈലിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ, വോയിസ് മെസ്സേജ് ഇട്ടാലും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. കൂടുതലായിട്ട് ഞാനായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് ടൈം ഫിക്സ് ചെയ്താൽ എന്നെ കാണാവുന്നതാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാളും നല്ല പ്രോഗ്രാം ഉടൻ തന്നെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.